നമസ്കാരം. കന്യാകുമാരി വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവർ പ്രതിമയ്ക്കും മധ്യേ രാജ്യത്തെ ആദ്യ കണ്ണാടിപ്പാലം ഉയർന്നു. ത്രിവേണി സംഗമ ഭൂമിയിൽ തിങ്കളാഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പാലം നാടിന് സമർപ്പിച്ചു. സുതാര്യമായ ഗ്ലാസ് പ്രതലം ഉൾക്കൊള്ളുന്ന പാലം അതുല്യമായ ദൃശ്യാനുഭവം നൽകുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കടലിന്റെ അതിമനോഹരമായ കാഴ്ച സന്ദർശകർക്ക് പാലത്തിൽ നിന്ന് തന്നെ കിട്ടും. തിരുക്കുറളിന്റെ രചയിതാവ് തിരുവള്ളുവർക്ക് ആദരം അർപ്പിച്ചുകൊണ്ട് 37 കോടി രൂപ ചെലവിലാണ് തമിഴ്നാട് സർക്കാർ പാലം നിർമ്മിച്ചത്. 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും ഉള്ള കണ്ണാടിപ്പാലം 133 അടി ഉയരത്തിലാണുള്ളത്. കടലിന്റെയും ചുറ്റുമുള്ള ഭൂപ്രകൃതിയും ആസ്വദിക്കുന്നതിനൊപ്പം രണ്ട് സ്മാരകങ്ങൾക്കിടയിൽ കൂടുതൽ മനോഹരവുമായ ഒരു റൂട്ടും ഇത് പ്രദാനം ചെയ്യുന്നുണ്ട്. നേരത്തെ കന്യാകുമാരി ബോട്ട് ജെട്ടിയിൽ നിന്ന് വിവേകാനന്ദ സ്മാരകത്തിലേക്കും തുടർന്ന് തിരുവള്ളുവർ പ്രതിമയിലേക്കും യാത്ര ചെയ്യാൻ വിനോദസഞ്ചാരികൾക്ക് ഫെറി സർവീസ് ആശ്രയിക്കേണ്ടി വന്നിരുന്നു. കണ്ണാടിപ്പാലത്തിന്റെ ഉദ്ഘാടനത്തോടെ സന്ദർശകർക്ക് രണ്ട് സ്മാരകങ്ങൾക്കിടയിൽ ആസ്വദിച്ച് നടക്കാൻ സാധിക്കും. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ തിരുവള്ളുവർ പ്രതിമയിലേക്കുള്ള ബോട്ട് സർവീസ് മുടങ്ങുന്നതിനാലാണ് പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.